ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്ന സ്നിക്കേഴ്സ് കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഹാഫ് കെ ജി സ്നിക്കേഴ്സ് കേക്കാണ്. അതിന് ഹാഫ് കെ ജി ചോക്ലേറ്റ് സ്പഞ്ചാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിന് അര കപ്പ് മൈദപ്പൊടി നമുക്കൊരു അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് 1.5 ടേബിൾ സ്പൂണോളം മൈദ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് 1.5 ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ മിക്സായി കിട്ടും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ട് നമുക്ക് ഒന്ന് നല്ലോണം മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ വിസ്ക് ഉപയോഗിച്ചോ എന്തെങ്കിലും സ്പൂൺ ഉപയോഗിച്ചോ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തണം. അത് മെയിനായിട്ടുള്ളതാണ്. കേക്ക് നല്ലോണം ബേക്കായി കിട്ടാൻ അത് അത്യാവശ്യമാണ് കേട്ടോ. അത് മറന്നുകൊണ്ട. അതിനുശേഷം നമ്മൾ അര കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്ത് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത് 5 ഇഞ്ചിൻ്റെ പാനാണ് കേട്ടോ. അതൊന്ന് ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് 2 എഗ്ഗാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 എഗ്ഗ് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഓക്കെ, അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പതച്ച് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്തിടുന്നത്, പഞ്ചസാര കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നല്ലോണം തന്നെ ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ആകുന്നവരെ, അതായത് യെലോയിഷ് കളറൊക്കെ മാറി മുട്ടയുടെ ഒരു മഞ്ഞ കളറൊക്കെ മാറി കണ്ടില്ലേ. ഇപ്പോൾ ഈ ഒരു വൈറ്റ് കളറാകുന്നവരെയും നമ്മൾ ബീറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ബീറ്റ് ചെയ്ത് നല്ലോണം ബീറ്റ് ചെയ്ത് എടുക്കുക. ക്രീമി ആകുന്നവരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. അതായത് ഓയിലും ബാറ്ററും ഒന്ന് മിക്സ് ആയി കിട്ടണം കേട്ടോ. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ 2.5 ടേബിൾ സ്പൂണോളം മിൽക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ബാച്ചസ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ലോ സ്പീഡായിരിക്കണം മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത ബാച്ചസും കൂടി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ബാച്ച് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് തന്നെയാണ് ഇങ്ങനെ ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ബീറ്ററോട് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഓവറായിട്ട് ബീറ്റായി പോകരുത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം മിൽക്കും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ബീറ്റർ മാറ്റാം. എന്നിട്ട് സ്പാച്ചിൽ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഓവറായിട്ട് മിക്സ് ചെയ്ത് പോകണ്ട, പക്ഷേ എന്നാൽ മിക്സ് ആവുകയും വേണം. അതായത് ബാറ്ററിൽ നമ്മുടെ മൈദയുടെ ക്രംസ് ഒന്നും അവിടെ ഇവിടെ തങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്കിത് പാനിലേക്ക് ഒഴിച്ചിട്ട് ഞാൻ 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് കൊണ്ട് എനിക്കിത് ബേക്കായിട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് വെക്കുന്നതെങ്കിൽ ഓൾറെഡി നമ്മളൊരു 5 മിനിറ്റ് മുന്നേ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഒരു ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രം നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ കേക്ക് ഇറക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിലും ഒരു 30 മിനിറ്റ്സ് കൊണ്ടൊക്കെ നമുക്ക് ബേക്കായി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മേലെയും എന്താ പറയുക, നല്ല ഫ്ലാറ്റ് ടോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരേ ലെവലിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് വരികയും ചെയ്യും, നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, നമുക്കിത് ഡിമോൾഡ് ചെയ്ത് നോക്കാം. കേക്ക് നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. കണ്ടില്ലേ, അതാണ്. എന്നിട്ട് ബട്ടർ പേപ്പർ മാറ്റിയിട്ട് നമുക്കതൊരു 3 ലെയേഴ്സ് ആയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചോക്ലേറ്റ് ഗനാഷാണ്. അതിന് വേണ്ടി ഞാനിവിടെ 50 ഗ്രാം അഥവാ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിലേക്ക് നമുക്ക് 1/2 കപ്പ് തന്നെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. ആദ്യം ഒന്ന് നല്ലോണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ.
എന്നിട്ട് അത് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്ത് തന്നെ മെൽറ്റ് ചെയ്ത് ആ ഒരു ചൂടോടുക്കാൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. അന്നേരം തന്നെ മിക്സ് ചെയ്യാൻ പറയുന്നത് നമുക്ക് എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ മെൽറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇനി പീനട്ടാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നല്ല നിരക്കടല, നല്ല ഫ്രഷ് നിരക്കടല എടുക്കുക. അത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. നല്ലോണം ചൂടാക്കി വറുത്തെടുത്താൽ മതി. ഇത് വറുത്ത കടലയാണ് കേട്ടോ. അതൊന്നും കൂടെ ഒന്ന് ചൂടാക്കുമ്പോൾ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് തൊളിയൊക്കെ കളഞ്ഞ് നീറ്റ് ചെയ്ത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ രണ്ട് പൊളപ്പാക്കി, അതെന്താ പറയുക, ഇനി രണ്ട് കഷ്ണങ്ങളാക്കി ആ ഒരു പരുവത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു അതുകൊണ്ടൊന്ന് കുത്തിയെടുത്താലും മതി. അന്നേരം നല്ല ക്രഷ് ചെയ്ത് കിട്ടുകയും ചെയ്യും, കടിക്കാനും കിട്ടും. ചെറിയ പീസ് വേണമെങ്കിൽ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീം. ഞാൻ ഇവിടെ 3/4 കപ്പ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് പീക്ക് ചെയ്ത് മാറ്റി വെക്കുക. അതായത് നല്ല വിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫിയോണ ക്രീമാണേ. അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അതായത് തണുത്ത ക്രീമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതായത് തലേ ദിവസം തന്നെ നമ്മൾ ഫ്രീസറിലെ ക്രീം എടുത്തിട്ട് ഡോർ സൈഡിൽ വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ നല്ല ലൂസി ആയി കിട്ടും, നല്ല പാല് പോലെ കിട്ടും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്യുക. അതേപക്ഷെ അതിന് നല്ല തണുപ്പും ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലൊരു ക്രീമി ആകുന്നത് വരെ, അല്ലാതെ ഓവർ സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഈ ക്രീമിൽ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ക്രീമാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് നമുക്കൊരു 2 to 4 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, എത്ര വേണം എന്നുള്ളത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, ഒന്ന് തണുത്തോട്ടെ. അപ്പോഴേക്കും നമുക്ക് ക്രഷ് ചെയ്ത പീനട്ട്സ് എടുത്ത് വെക്കാം. അതിൻ്റെ ശേഷം നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് കാരമൽ സോസാണ്. അപ്പോൾ കാരമൽ സോസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1/4 കപ്പ് പഞ്ചസാര നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് കാരമലൈസ് ചെയ്ത് വരിക. ആദ്യം ഒന്ന് എല്ലാ ഭാഗത്തും നിരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മെൽട്ടായിട്ട് വരട്ടെ. അല്ലാതെ അതിനെ പിടിച്ച് ഇളക്കി കഴിഞ്ഞാൽ ആ പഞ്ചസാരയൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സ്പൂണിലേക്കൊക്കെ വരും. അപ്പോൾ ശ്രദ്ധിച്ച് ഇളക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഇങ്ങോട്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. മെൽറ്റായി കഴിഞ്ഞാൽ തന്നെ നമുക്കുള്ള ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 കപ്പ് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ഏത് വേണേൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒന്ന് നല്ലോണം കാരമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ക്രീമും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാം കൂടെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. എങ്കിലും അത് അവിടുന്ന് നല്ലോണം തിളച്ച് അത് മെൽട്ടായി നല്ലൊരു ലെവലിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. കണ്ടില്ലേ? ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് നല്ലൊരു ബട്ടർ ടേസ്റ്റ് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പീനട്ട് ബട്ടർ ഉണ്ട്. അപ്പോൾ പീനട്ട് ബട്ടർ സെപ്പറേറ്റ് ഇടുന്നില്ലെങ്കിൽ ഇതിലേക്ക് നല്ലോണം ബട്ടർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റ് കേക്കാണിത്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടില്ലേ? നല്ലൊരു തിക്കായിട്ടുള്ള ഒരു കാരമൽ സോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. നമ്മൾ കേക്ക് ചെയ്യുമ്പോഴേക്കും അത് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒരു കേക്ക് ബോർഡ് വെക്കുക, അതിൽ കുറച്ച് ക്രീം വെക്കുക, ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. എന്നിട്ട് നമുക്ക് വെറ്റ് ചെയ്യാം. അതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കുക. ക്രീം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ ലെവലിൽ തന്നെ വെക്കാൻ നോക്കുക. ഒരു ഭാഗത്ത് കൂടിയിട്ട് ഒരു ഭാഗത്ത് കുറഞ്ഞൊന്നും വെക്കാൻ പാടില്ല. ഒരേ ലെവലിൽ തന്നെ വെക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഫ്രോസ്റ്റിങ്ങും നല്ല നീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു കേക്ക് നമുക്ക് വേഗം പെട്ടെന്ന് ഫ്രോസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ലെവൽ ചെയ്ത് നമുക്ക് ഫൈനൽ കോട്ടൊക്കെ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ലെയറിൽ ആദ്യം ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് കാരമൽ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളിനി ഇട്ട് കൊടുക്കുന്നത് പീനട്ട്സ് ആണ്. വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പീനട്ട്സും കൂടി അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ചും കൂടെ ചോക്ലേറ്റ് ഗനാഷും കാരമൽ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. എങ്കിലേ നമുക്കൊരു കറക്റ്റ് ഒരു
പീനട്ട്സിൽ മുഴുവനായിട്ട് കാരമലും ചോക്ലേറ്റ് ഗനാഷൊക്കെ പിടിക്കുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെക്കുക. ഇതുപോലെ തന്നെ വെക്കുന്നതിൻ്റെ മുന്നേ നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കുക, കണ്ടില്ലേ. എന്നിട്ട് നമുക്കൊന്ന് വെറ്റ് ചെയ്യുക. അടുത്ത ലെയർ കേക്ക് വെക്കുക. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് നല്ലോണം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടി മേലെ ആദ്യം ക്രീം ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, നമുക്ക് കേക്ക് കണ്ടാൽ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ വരുന്നുണ്ട്. അതാണ് നമ്മൾ ലെയർ ചെയ്തതും കേക്കിൻ്റെ ബേക്ക് ചെയ്ത സ്ട്രെച്ചറും ഒക്കെ ആയിട്ടാണ് ഇത് വേഗം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനൽ കോട്ടിന് ക്രീം ഇട്ടിട്ട് വടിച്ചു കൊടുക്കുക. വേഗം തന്നെ വടിച്ചെടുക്കുക. മേലെ ടോപ്പിലും വടിച്ചെടുക്കുക. അങ്ങനെ ഒരേ ലെവലിൽ തന്നെ ക്രീം ഇട്ട് വടിച്ചെടുത്താൽ മതി. പാലറ്റ് നൈഫ് മുന്നോട്ട് തന്നെ വടിച്ചെടുക്കുക. കണ്ടില്ലേ, മേലെയോ അതുപോലെ തന്നെ. എന്നിട്ട് നല്ലോണം ലെവൽ ചെയ്ത് എടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു ചെറിയ ഡിസൈൻ കൊടുക്കുക, ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു ഓയിൽ ബ്രഷ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കേക്കിൻ്റെ പുറത്തൊക്കെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. വെറുതെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നതാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ മേലെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കണം. നേരത്തെയുള്ള ചോക്ലേറ്റ് ഗനാഷ് ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ചെയ്തതാണ് കേട്ടോ. ഞാൻ ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം ഒന്ന് ഞാനിവിടെ ഡ്രിപ്പ് ചെയ്യുന്നേ ഉള്ളൂ, ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണേൽ ഫുള്ളായിട്ട് കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇല്ലാത്ത ഭാഗത്തൊക്കെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഫുള്ളായിട്ട് കവറായിട്ടുണ്ട്. നമ്മളൊരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അതിന് ശേഷം ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് പീനട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഗോൾഡൻ കളർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ മേലെ ഒരു സ്നിക്കർ രണ്ട് പീസാക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ സ്നിക്കേഴ്സ് കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കേക്കാണ്, ഭയങ്കര ടേസ്റ്റി കേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബായ്.